ഇതാ കണ്ടില്ലേ, പച്ചമുളക് ഇതാ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞാൻ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ പച്ചമുളക് കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും പച്ചമുളക് വെച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണാം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിക്കാച്ച ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഞാനിവിടെ കുറച്ച് പച്ചമുളകിൻ്റെ ആ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതാ നമ്മുടെ അപ്പച്ചെമ്പുണ്ടല്ലോ, അതായത് ഇഡ്ഡലി പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആ പച്ചമുളകിൻ്റെ ആ കറക്റ്റ് ആ ഒരു പച്ച കളറുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു കളറിലായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടോ, തണുത്തപ്പോഴേക്കും ആ പച്ചമുളകിൻ്റെ കളർ കണ്ടോ മാറി കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ നിന്നും മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. കല്ലിൽ വെച്ചാണെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകാതെ വേണം ഇതെടുക്കാനായിട്ട്. കല്ലില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ കാന്താരി കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി പച്ചമുളകിനൊരു ഒരു ചുവയുണ്ടല്ലോ, നമ്മൾ ആവിയിൽ വെച്ചിട്ടാണെങ്കിലും ഇതിനൊരു ചെറിയ ഒരു പച്ചച്ചുവയുണ്ട്. അപ്പോൾ അതൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പച്ചമുളകിൻ്റെ ആ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ, ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ഈ ഒരു വലിയ തവിക്ക് 1 തവി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള പച്ചമുളകാണെങ്കിൽ മാത്രം ശർക്കര ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. എരിവില്ലാത്തതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ ഉലുവാപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് കുറുക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. ഒരല്പം ലൂസായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴുണ്ടല്ലോ ഇതങ്ങ് കുറുകിക്കോളും. അപ്പോൾ അടുപ്പിൽ വെച്ച് ഒരുപാട് സമയം നമുക്ക് കുറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പരുവത്തിനായപ്പോൾ ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗളിലേക്ക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ അത്രയും പച്ചമുളക് അരച്ച് ഉണ്ടാക്കിയിട്ട് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇത് കഴിക്കേണ്ടത് ഉടനെ തന്നെ കഴിക്കാതെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ വെളിയിൽ തന്നെ വെക്കാം. പിന്നെ കുറേ 1 മാസം 2 മാസമൊക്കെ വെക്കേണ്ടതാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുമല്ലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്